വിശുദ്ധ കുർബാന കൊടുക്കുന്നതിനിടയിൽ അക്രമി വെടിവെച്ചു കൊലപ്പെടുത്തിയ ഫ്രാൻസിസ്കൻ വൈദികനായ ദേവദാസൻ ലിയോ ഹൈൻറിക്സിന്റെ ജീവിതം വിശ്വാസികൾക്കിടയിൽ ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ്. അമേരിക്കയിലെ കൊളറാഡോയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾ സഭയിൽ പുരോഗമിക്കുകയാണ്. 1867 ഓഗസ്റ്റ് 15 ജർമ്മനിയിലെ എർക്കനൻസിലാണ് ജോസഫ് ഹൈൻറിക്സ് എന്ന ലിയോ ഹൈൻറിക്സ് ജനിച്ചത്. കത്തോലിക്ക സഭയ്ക്കെതിരെ ജർമ്മനിയിൽ നടന്ന കുൾട്ടൂർ കാം നിയമങ്ങൾ സന്യാസ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി. അവിടെ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേരുകയും വൈദികനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ന്യൂജേഴ്സിയിലെയും ന്യൂയോർക്കിലെയും വിവിധ ഇടവകകളിൽ സേവനം ചെയ്ത അദ്ദേഹം പാവപ്പെട്ടവരോടുള്ള കരുണ കൊണ്ടും പകർച്ചവ്യാധി സമയങ്ങളിൽ നൽകിയ നിസ്തുലമായ സേവനങ്ങൾ കൊണ്ടും ജനപ്രിയനായി മാറി. 1907 അദ്ദേഹം ഡെൻവറിലെ സെന്റ് എലിസബത്ത് പള്ളിയിൽ വികാരിയായി ചുമതലയേറ്റത്. 1908 ഫെബ്രുവരി 23 ലോകത്തെ നടുക്കിയ ആ ക്രൂരകൃത്യം നടന്നത്. പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കവേ വിശുദ്ധ കുർബാന സ്വീകരിക്കാനാണെന്ന വ്യാജേന അൾത്താരയ്ക്ക് മുന്നിലെത്തിയ ഗുസപ്പെ അലിയോ എന്ന അക്രമി ലിയോ ഹൈൻറിക്സിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. മരണാസന്നനായി താഴെ വീഴുമ്പോഴും തന്റെ കയ്യിലിരുന്ന തിരുവോസ്തികൾ ചിതറിപ്പോകാതിരിക്കാൻ അദ്ദേഹം അതീവ ശ്രദ്ധയോടെ അവ ബലിപീഠത്തിൽ വെച്ചു. സഭയോടുള്ള വിദ്വേഷമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പിന്നീട് അക്രമി സമ്മതിച്ചു. 1938 സഭ അദ്ദേഹത്തെ ദേവദാസനായി പ്രഖ്യാപിച്ചു. നാമകരണ നടപടികൾ പിന്നീട് സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവെക്കപ്പെട്ടുവെങ്കിലും ഇന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തിന്റെ കല്ലറ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയും സ്നേഹവും പുതുതലമുറയ്ക്ക് വലിയ പ്രചോദനമാണ്. പാവങ്ങളുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഇടയിൽ ജീവിച്ച ഈ ഫ്രാൻസിസ്കൻ സന്യാസി വിശ്വാസത്തിനായി സ്വന്തം രക്തം ചിന്തിയ ധീരനായ ഇടയനായി സഭയുടെ ചരിത്രത്തിൽ ഇന്നും നിലനിൽക്കുന്നു.